തിരുവനന്തപുരത്ത് ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല അതിന് പറയണം, ഇനി നടക്കും, അതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഗ്യാരണ്ടിനെ കുറിച്ച് നമ്മളൊന്ന് ചോദ്യം ചോദിക്കേണ്ടത്? ഇതുവരെ ഈ 10 വർഷക്കാലം മോദി സർക്കാരിന്റെ ഭരണത്തിൽ എന്താണ് അവര് കേരളത്തിന് വേണ്ടിയിട്ടോ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടോ ചെയ്തിരിക്കുന്നത്? അത് ചൂണ്ടിക്കാണിക്കാൻ ഒരു ചോദ്യമാണ്. കാരണം അവരുടെ റെക്കോർഡ് എന്താണ്, അവര് ഗ്യാരണ്ടി എന്താണ്? വാഗ്ദാനം തന്നതിനെ അവർ പാലിക്കില്ല, അത് മാത്രമേ ഗ്യാരണ്ടി ഉള്ളൂ. ഞാൻ 3 വാഗ്ദാനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ. പാർലമെന്റിൽ വാഗ്ദാനം തന്നതാണ് ഒന്ന് പ്രത്യേകിച്ച്, അത് എഴുതി 2015-16 ബജറ്റിൽ നമ്മളുടെ തിരുവനന്തപുരത്തിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് ആക്കാന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ബഡ്ജറ്റിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവർ ആ വാഗ്ദാനത്തിന് അവർ പാലിച്ചില്ല. അത് മാത്രമല്ല, ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് നോർത്ത് ഈസ്റ്റേൺ പ്രദേശത്തിലാണ്, കേരളത്തിലല്ല. അതുപോലെ തന്നെ ഞാൻ പാർലമെന്റിൽ നിരവധി തവണയും മന്ത്രിമാർക്ക് എഴുതിയിട്ടും ആവശ്യപ്പെട്ട ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ആയുർവേദ വേണമെന്ന് പറഞ്ഞപ്പോൾ കുറെ അതേ വാഗ്ദാനം തന്നു. ഇവിടെ വന്നിട്ട് മന്ത്രി ഒരു തിരുവനന്തപുരത്ത് ചടങ്ങിലും കൂടി പ്രഖ്യാപിച്ചു ഈ ആവശ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതിനെ എന്തായാലും നമ്മൾ പൂർത്തിയാക്കാന്ന് പറഞ്ഞ ശേഷം ആ നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ ആയുർവേദ സ്ഥാപിച്ചത് എവിടെയാണ്? ഗുജറാത്തിൽ. നിങ്ങളൊന്ന് ഞാൻ സംസാരിക്കണം പ്ലീസ്. ഗുജറാത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അവസാനത്തിൽ നിങ്ങൾക്കറിയാം ഈ നാടിന് വേണ്ടി ഒരു എയിംസ് തരാമെന്ന് പറഞ്ഞു. എയിംസ് എവിടെ വന്നിരിക്കുന്നത്? 10 വർഷമായി അവർ പല സംസ്ഥാനങ്ങൾ, അവർക്ക് സൗകര്യമുള്ള സംസ്ഥാനങ്ങളിൽ അവർ എയിംസ് ഇറക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇതുവരെ വന്നിട്ടില്ല. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ശേഷം ചില വാഗ്ദാനം വന്നിട്ട് ഈ 10 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്റേഴ്സ് കൊണ്ടുവരുന്നത്. അത് എപ്പോൾ പൂർത്തിയാകും നമ്മൾ കാണാം. പക്ഷെ അതല്ല പ്രശ്നം ഇത് മാത്രമാണ്. ഇതുവരെ വാക്ക് പാലിക്കാത്തൊരു സർക്കാർ വന്നിട്ട് പുതിയ വാഗ്ദാനങ്ങൾ തരുമ്പോൾ നമ്മൾക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ വിശ്വസിക്കുന്നത്? ഇതല്ലേ നമുക്ക് ചോദിക്കാനുള്ള അവകാശം. അഥവാ ഒരു മനുഷ്യൻ ഒരിക്കൽ മാത്രമല്ല 3 തവണ വാഗ്ദാനങ്ങളെ പാലിക്കാതെ പൊളിച്ച് ശരിക്ക് കള്ളത്തരം പറഞ്ഞെന്ന് ചൂണ്ടിക്കാണിച്ച സർക്കാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്യാരണ്ടി പറയുന്നത്? പിന്നെ ആർക്കാണ് ഈ ഗ്യാരണ്ടികൾ? ചില സംവരണയ്ക്ക് ഈ മോദി സർക്കാരിന്റെ ഗ്യാരണ്ടി ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാർക്ക് വല്ല ഗ്യാരണ്ടി ഉണ്ടായിട്ടുണ്ടോ? 2 കോടി തൊഴിൽ എല്ലാ വർഷവും ഉണ്ടാക്കാന്ന് പറഞ്ഞ സർക്കാർ 1 കോടി തൊഴിൽ നഷ്ടപ്പെട്ടിട്ടേ. ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുടെ ഫിഗേഴ്സ് 1938 മുമ്പ് 1938 ശേഷം വെച്ച ഫിഗേഴ്സിലത്തെ എല്ലാം വെച്ച് കൂടുതൽ തൊഴിലില്ലായ്മയാണ് ഇന്ന് ഭാരതത്തിലുള്ളത്. അത് ഈ സർക്കാരിന്റെ വലിയൊരു സംഭാവനയാണ് നമ്മൾക്ക്. അപ്പൊ ഇങ്ങനെ എന്താ അവര് ഗ്യാരണ്ടി? അവരെല്ലാവർക്കും കള്ളപ്പണം സ്വിസ് ബാങ്കിൽ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുവന്നൊരു 15 ലക്ഷം എല്ലാ ഇന്ത്യക്കാരുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണുന്ന വന്ന ശേഷം ആർക്കൊരു പൈസ കിട്ടിയിട്ടുണ്ടോ? അവരെന്താ പറയണേ? അതൊരു ജുംല ആയിരുന്നു. ജുംലയാണ് അവർ ഗ്യാരണ്ടി. ജുംല എന്ന് പറഞ്ഞാൽ ഇലക്ഷന് കൊടുക്കുന്ന വാക്ക്. അതൊന്നും ശരിക്കും നമ്മൾ കൂടുതൽ ഗൗരവമോടെ എടുക്കരുത് എന്നാണ് എൻ്റെ അർത്ഥം. ആ ജുംല എന്ന് പറഞ്ഞ വാക്ക് ആരാണ്? നമ്മുടെ ഹോം മിനിസ്റ്ററാണ്. അങ്ങനെയുള്ള ജുംലയാണ് ഈ മോദി ഗ്യാരണ്ടീൻ്റെ ഒരൊറ്റ അർത്ഥം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എല്ലാവർക്കും ബുദ്ധിയും അറിവും കഴിവുള്ള ആൾക്കാരാണ്. നമ്മളിതെല്ലാം ചൂണ്ടിക്കാണിച്ച് നോക്കിയാൽ മതി. പെട്രോൾ വിലക്കയറ്റം എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പെട്രോളും ഡീസലും ടാക്സ് ആണ്. ഭൂരിപക്ഷം ടാക്സ് കൊണ്ട് കൂടി വന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് ചിദംബരം 2 മാസം മുമ്പ് പറഞ്ഞു, പേടിക്കേണ്ട, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന 1-2 ദിവസം മുമ്പ് കുറച്ചൊരു ചുരുക്കമുണ്ടാകും. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇന്നലെ 2 രൂപ ചുരുക്കി പെർ ലിറ്റർ, ഇല്ലേ? നോക്കിക്കോളും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വീണ്ടും അവർ കയറ്റാൻ. അതന്നെ നമ്മൾ ഓരോരോ കാര്യത്തിൽ കാണുന്നത്. ഇങ്ങനെ ജനങ്ങളുടെ മനസ്സും വിശ്വാസം നമ്മൾ കളിക്കുന്ന ഒരു സർക്കാരിന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് ചോദിക്കുമ്പോൾ ഞാൻ 2 മറുപടി മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന്, ഈ പ്രവർത്തനം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആ പ്രവർത്തനം ഇനിയും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ആളുണ്ട്. നമ്മുടെ മുൻ DCC പ്രസിഡന്റ് മോഹൻകുമാറിനെ സ്വാഗതം പറയുന്നു. അത് മാത്രമല്ല, ഒരു അവസാനത്തെ പോയിന്റ് പിന്നെ ഞാൻ നിർത്താം. അതെന്താണ്? രാഷ്ട്രീയത്തിൽ വികസന പ്രവർത്തനം അത്യാവശ്യമാണ്. ആരും വികസനം വേണ്ടെന്ന് പറയില്ല. ചില വിഷയങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം കൊണ്ടുവരാനാണ് ഉത്തരവാദിത്തം. പക്ഷെ വികസനമല്ല മാത്രമല്ല ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയുടെ സംസാരിക്കാൻ ആവശ്യമുള്ളത്. വേറെ ഒരു വിഷയം എന്താണ് നമ്മളുടെ നിലപാട്? ഈ രാജ്യത്തിൽ പല വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഞാൻ നിരവധി തവണ പറഞ്ഞിരിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പ് ശരിക്ക് ഭാരതത്തെ ആത്മാവിന് വേണ്ടി ഒരു സംഘർഷമാണ്.
കാരണം ഭാരതത്തെക്കുറിച്ച് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും മൗലാന ആസാദും ഡോക്ടർ അംബേദ്കറും ഉണ്ടായിരുന്ന ഒരു സങ്കല്പം ഭാരതം എന്താണെന്ന് അതിനെ ഇപ്പോൾ വെല്ലുവിളി തരുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മൾ ഭരിക്കുന്ന BJP സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്.